ഹലോ ഗായ്സ്, അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പുതിയൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. എന്നാലും ഇരിക്കട്ടെ. ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച്. ഇല്ല, അത് കുഴപ്പമില്ല. ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച് ആണ്. അപ്പൊ അതിന് വന്നേക്കുന്ന എന്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഗൈസ്, ശ്രീയേച്ചി ആൻഡ് ശില്പ. ഹായ് പറയൂ. ഹായ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാല് വലുതായിട്ടൊന്നും ഇതിന്റെ റൂൾസ് അപ്പൊ ഇതാക്കണ്ടേ? അപ്പൊ കുഴപ്പമില്ല അല്ലേ. അപ്പൊ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാല് വലുതായിട്ടൊന്നുമില്ല. ആദ്യം ഹാൻഡ് റൈസ് ചെയ്യണം, അവർക്ക് ആൻസർ പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കല്ലോ, അതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഹാൻഡ് റൈസ് ചെയ്യണം, ഉത്തരം പറയാം. തെറ്റിന്ന് വെച്ചാൽ അടുത്ത ആള് പറയും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് ഇതാക്കും, അവർക്ക് പോയിന്റ്. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവർ ജയിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ഈസ് മൈ ബർത്ത്ഡേ, മന്തും ഇയറും പറയാം. 2022 ഫെബ്രുവരി. ഇയർ തെറ്റിപ്പോയതാ. ഫസ്റ്റിന്റെ അടി ഫെബ്രുവരി 27. ശരി, സമ്മതിച്ച്. എന്നാലും ഒരു പോയിന്റ് ശില്പയ്ക്കാണ്. അസാധു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ മോസ്റ്റ് യൂസ്ഡ് ഫ്രേസ് ഓർ വേർഡ്? ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ് ഓർ ഫ്രേസ്, അങ്ങനെ ഏതാണ് അത്? നീ ഏതടി നായ? അത് എന്റെ പോലെ അറിയോ? നിനക്ക് എന്തടി? ഗസ് ചെയ്യാം. ഒരുപാട് ഗസ് ചെയ്യാനില്ല, വീഡിയോ ലോങ് ആയി. ഹലോ ഗൈസ്, എപ്പോഴും പറയില്ലേ ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല. ഓക്കെ, എനിക്കും ഡൗട്ട് ആയിരുന്നു, പിന്നെ ഞാൻ കണ്ടുപിടിച്ചല്ല. ഞാൻ കൂടുതൽ എന്തെങ്കിലും കാര്യം പറയുമ്പോ ആണോ അങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും നീ ഏതടി നായ അതൊക്കെ പിന്നെ എപ്പോഴും പറയുന്നു. അറിയട്ടെ, ഇവർക്ക് തെറ്റിയതിന്റെ അഹങ്കാരമാണ് ഗൈസ് കാണുന്നത്. നമ്മൾക്കോലും അറിയില്ല, ഇവിടെ കണ്ടുപിടിച്ചതാണ്. നമ്മൾക്കെല്ലാം നിലപാടില്ല. കുഴപ്പമില്ല. ഓക്കെ, അടുത്ത. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് സ്പോർട്സ്? അത്ലറ്റിക്സ് അല്ലാതെ വേറെ പറയാം. സ്പോർട്സ് ഇവന്റ്. കൈപോക്കി കണ്ടോ അറിയാ എന്താ ഇവൾക്ക് ഇഷ്ടമുള്ള ഗെയിം വോളിബോൾ അല്ലേ? ഇത് ഗസ്റ്റ് ആണ് ഗൈസ്, വെറുതെ അല്ല. ഇവള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വോളിബോൾ കാണാൻ കളി ഇഷ്ടമാണ്. ഈച്ച് പോയിന്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഐ കുഡ് ട്രാവൽ എനിവർ വേർ വുഡ് ഐ ഗോ? ഇന്ത്യയിലാണ് നമ്മള് പോകുന്ന രാജസ്ഥാൻ. നമ്മള് പോണെന്ന് പറഞ്ഞ സ്ഥലം ആ സ്ഥലപ്പേര് ഏതടി? മറ്റേ കൊറേ ബിൽഡിംഗ് ഒക്കെ ഉള്ളടി. അയ്യോ, എനിക്കതറിയാം. എഴുതിനി അതല്ലേ? അതല്ലേ ആ സ്ഥലപ്പേര്? ഇല്ല, എനിക്ക് ആ സ്ഥലപ്പേര് അറിയാം. നീലിമ അവിടെ പോയിട്ടുണ്ട് ഇത്തവണ എക്സാമിന്. കിട്ടിയാ? ഇല്ല. ചുമ്മാ പറ. രാജസ്ഥാനല്ല, ഇങ്ങനെ കൊറേ ബിൽഡിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പിങ്ക് സിറ്റി. ജയ്പൂർ, രാജസ്ഥാൻ. ഓക്കെ, പിങ്ക് സിറ്റി കറക്റ്റല്ലേ? എനിക്ക് ആ സ്ഥലത്തിന്റെ പേരെ ഓർമ്മയില്ല. വാട്ട് ഈസ് ദ ഫണ്ണിയസ്റ്റ് മൊമെന്റ് വി ഹാവ് ഷെയർ? രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഞാൻ പറയട്ടെ, നിനക്കും പറയാം, രണ്ടുപേർക്ക്. ആരെങ്കിലും ഒക്കെ പറ്റി കുറ്റങ്ങൾ പറയില്ല, നമ്മളിരുന്ന് ഗോസിപ്സ് പറയുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. അതൊന്നാണ്, പക്ഷെ ഞാൻ വിചാരിച്ച തന്നെ പറയണം കേട്ടോ. നമ്മൾ രണ്ടുപേരും മാത്രമുള്ളതാണ്. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ളത്. അതുപോലെ നമ്മൾ രണ്ടുപേരും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതായിരിക്കും? അങ്ങനെ പറയാൻ കുറെ ഫണ്ണിയസ്റ്റ് പെട്ടെന്നൊക്കെ ആൻസർ പറയാൻ. അപ്പൊ ചേച്ചി അത് പറഞ്ഞു ഉറപ്പിച്ച? അത് ഉള്ളതാണല്ലോ, പരദൂഷണം പറഞ്ഞിരിക്കുക. ഒരു ഇൻസിഡന്റ് ആയിരിക്കും ഭാവിയില് ഞങ്ങള് അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര എന്താണ് മുന്നോട്ട് എന്താണ് ഇൻസിഡന്റ് ആണോ നടന്നത്? അയ്യോ സോറി, ഞാൻ ഓർത്ത് നമ്മൾ സംസാരിക്കുന്നതാണ്. സോറി.
ഇൻസിഡന്റ് പറ നമ്മളങ്ങനെ കൊറേ കൊറേ ഉണ്ടായിരുന്നു. അതില് ഓരോ ഞാൻ പിന്നെ എനിക്ക് എപ്പോഴും നമ്മൾ എയറിലാക്കുന്ന നമ്മൾ ഒന്നിച്ചുള്ളത് എല്ലാവരും നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളത്, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളത്. ഓ, രണ്ട് സെപ്പറേറ്റ് ആണോ? ഞാൻ എപ്പോഴും നമ്മൾ ഗ്യാങ്ങാണ് വിചാരിക്കുന്നത്. ഏറ്റവും ചിരിച്ച കാര്യല്ലേ ചോദിക്കുന്നത്? ചിരിച്ചാണോ അതോ മൊമെന്റ് ആണ്? ഏതേലും ചിരിച്ച കാര്യം മൊമെന്റ്. പക്ഷെ കഴിഞ്ഞ് പോണം. ഓക്കെ, ഫോട്ടോ എടുക്കണം. എക്സാം അത് നിനക്ക്, എനിക്കില്ല. നിനക്ക് വേണ്ടിയുള്ള ഞാൻ അന്ന് ഞാൻ ചായ കുടിക്കാൻ വെച്ചപ്പോ തിന്നെ വന്നില്ല. ഡ്രസ്സൊക്കെ ഒരുമാതിരി ഡ്രസ് ഇട്ട് നിൽക്കുമ്പോ ഞാൻ വന്നില്ലേ? അങ്ങനെയാണ് ഞാൻ. പിന്നെ വിച്ച് കളർ ലേസ് ഈസ് മൈ ഫേവറേറ്റ്? തെറ്റിയാലാണ് ഗ്രീൻ. തോറ്റേ ഓറഞ്ച്. ഇല്ല എന്റെ ചാൻസാ ഓറഞ്ച്. യെസ്. ഗ്രീന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിൽ വന്ന്. യെസ്, 3 ഞാൻ വിൻ ചെയ്തേ. ആദ്യം സ്റ്റാർട്ടിങ് ഓവറാക്കിയത്. പക്ഷെ 2 ക്വസ്റ്റ്യൻ ഞാൻ ഉത്തരം പറഞ്ഞു. എന്നാ എനിക്ക് ആദ്യത്തേനരുതാ. ഇപ്പൊ 3 മതി. നിനക്കാരാ 1. If I were to be late for something, what the most likely reason? എന്തായിരിക്കും ഞാൻ എപ്പോഴും പറയുന്ന എക്സ്ക്യൂസ്? ഞാൻ അങ്ങനെ ലേറ്റ് ആവാറില്ല. പഠിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വിളിക്കുമ്പോ വരില്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എപ്പോഴും വരാന്ന് വൈകുന്നത്. തുണി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അല്ല, അത് ശില്പ തുണി കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനല്ല കേട്ടോ. കള്ളത്തിയ എന്ത്? ഞാൻ അതിനല്ല. ഞാൻ ഉദ്ദേശിച്ച ഗേറ്റ് തുറന്നില്ല. അല്ല, ഞാൻ പറയാം. 4 ചോക്കട്ടെ. 2 സെക്കൻഡ് കേട്ടാ. 2 സെക്കൻഡ് ഒന്നും തരാൻ പറ്റാ. മണിക്കുട്ടി ഓടിക്കൊണ്ട് ഇപ്പൊ തന്നെ 8 മിനിറ്റ് ആരും കാണില്ല വീഡിയോ ലാസ്റ്റ്. നിങ്ങൾ ലേറ്റ് ആയി വരുന്നോർത്ത് ഞാൻ ലേറ്റ് ആയി വരുന്നത്. നിങ്ങൾ ലേറ്റ് ആയി വരുന്ന ഓർത്ത് ഞാൻ ചാൻസ് എല്ലാം കഴിഞ്ഞ്. നീ പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ്. പക്ഷെ ഞാൻ ഉത്തരം പറഞ്ഞു. 4 പോയിന്റ്. ഇത് തന്നെ എന്നോട് പറയുന്നതാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടാ. ഇതൊന്നും ആർക്കും അറിയാത്ത കുറെ ക്വസ്റ്റ്യൻ. പിന്നെ നിന്റെ അടുത്ത ദിവസം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബാക്കി മറ്റേ റെഫറൻസ് ഒക്കെ എടുത്തിട്ട് എടുക്കും. ഇതൊന്നും അവരൊന്നും ചോദിക്കുന്നു. ഇത് ലാസ്റ്റ് വെറുതെ ബെസ്റ്റ് സ്ട്രീറ്റ് ഫുഡ്. ഇത് ജസ്റ്റ് ഒന്ന് ചോദിച്ചതാ. ഇതോടെ കഴിഞ്ഞു ഗൈസ്. ഇതോടെ കഴിഞ്ഞു. സ്ട്രീറ്റ് ഫുഡ് ദോശ ചമ്മന്തിയാണ്. ഓക്കെ മുട്ട ബജി. കറക്റ്റ്. ശരിയാക്കി. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോസില് കാണാം. വിന്നർ എനിക്കുണ്ട്. ഇവർക്ക് 4. അങ്ങനെ അടുത്ത വീഡിയോസ് ആയിട്ട് എല്ലാരും ആരും വീഡിയോ ഒന്നും കാണില്ല. സത്യം പറയണ ഗൈസ്, ഇവൾക്ക് അങ്ങനെ ഇല്ലതൊന്നും. ഇതൊക്കെ ഇവൾ ഉണ്ടാക്കിയതാണ്. നിലപാടില്ല. സത്യം അല്ല, അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഉള്ളിൽ വെച്ച കാര്യങ്ങളല്ല പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ. ശരി. അങ്ങനെ നമ്മളിത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരെണ്ണം ഫേവറേറ്റ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ ഞങ്ങള് എല്ലാം ഫേവറേറ്റ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ചൂടെടുക്കുന്നുണ്ടോ വൈകുന്നേരം? അപ്പൊ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.